നമസ്കാരം കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ 4 തൃക്കൈകളോട് കൂടിയിട്ട് മത്സ്യ അവതാരം മൂർത്തിയായിട്ടാണ് കേട്ടോ. കാരണം ലാസ്റ്റ് മാത്രം ആ മത്സ്യത്തിന്റെ പോലൊരു വാല്, അത് മാത്രമാണ് വ്യത്യാസം. ബാക്കിയൊക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെ. ഉണ്ണികൃഷ്ണൻ കാലി പിണച്ചു വെച്ചിരിക്കുകയാണോ തോന്നും ആദ്യം കണ്ടപ്പോ. 4 കൈകളുണ്ടല്ലോ, അപ്പൊ കാലി പിണച്ചു വെക്കാൻ ഒരു സാധ്യതയല്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നും കൂടി നോക്കിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ മത്സ്യരൂപത്തിൽ നിൽക്കുകയാണ് തോന്നിയത്. ഇത് അവതാര രൂപിയായിട്ടുള്ള വലിയ മത്സ്യത്തിന്റെ പോലെയൊന്നും അല്ലാട്ടോ തോന്നണത്. യശോദമ്മ ഉണ്ണികൃഷ്ണൻ കിടന്നുറങ്ങാൻ നേരത്ത് ഓരോ ദിവസം ഓരോ കഥകളാണ് പറഞ്ഞു കൊടുക്കുക. രാമന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൃഷ്ണന്റെ, അതായത് ഭഗവാൻ കൃഷ്ണനോടാണ് പറഞ്ഞു കൊടുക്കണേന്നുള്ളത് കൊണ്ട് കൃഷ്ണന്റെ കഥകൾ വരുന്നില്ല. മഹാദേവന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കൂട്ടത്തില് 10 അവതാരങ്ങളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. 10 അവതാരങ്ങളായിട്ടുണ്ടാവില്ലായിരിക്കാം, ദ്വാപരയുഗമല്ലേ. അപ്പോൾ ആ സമയത്തുള്ള വിഷ്ണുവിന്റെ അവതാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തായിരിക്കും മത്സ്യമൂർത്തിയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. പിറ്റേ ദിവസം ഉണ്ണികൃഷ്ണൻ മത്സ്യമായിട്ട് അങ്ങോട്ട് വേഷം കെട്ടാൻ തീരുമാനിച്ചു എന്ന് തോന്നും നമുക്ക് ശ്രീലകത്ത് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണന് മത്സ്യത്തിന്റെ രൂപത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെയാണ് ഇന്ന് ഉച്ചപൂജയുടെ കളഭാലങ്കാരം കാണാൻ സാധിച്ചത്. എന്തായാലും മത്സ്യമൂർത്തിയായിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ എന്താ വരാഞ്ഞത് എന്ന് കുറേ പേര് ചോദിച്ചു. ഇന്നലെ വീട്ടിൽ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഇന്നലെ എനിക്ക് കുറേ എന്താ പറയുക, ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആൾക്കാരെ, ഭക്തജനങ്ങളെ കാണാൻ സാധിച്ചു. ഓരോരുത്തരും വിളിക്കുന്ന സമയത്ത് എനിക്ക് ചെന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായ ദിവസമായിരുന്നു ഇന്നലെ. അതും എനിക്ക് വലിയ സന്തോഷം നൽകിയ ദിവസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ഇന്ന് എല്ലാ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം, ബാണയുദ്ധം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്, എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നാണ് രാമചന്ദ്രൻ നായർ എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ബാണയുദ്ധം കഥ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരപ്പന്റെ കഥയാണ്. അത് ഭാഗവതത്തിലും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ നാരായണീയത്തിലും കാണാൻ സാധിക്കും. നാരായണീയാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഞാനിവിടെ ചൊല്ലിക്കോളൂ പറയണതൊക്കെ മിക്കവാറും നാരായണീയത്തിലെ കാര്യങ്ങളാണ് കേട്ടോ. നാരായണീയത്തിലെ 82ാമത്തെ ദശകമാണ് ബാണയുദ്ധം എന്ന ആ ഒരു വലിയ കഥ പറയാറുള്ളത്. അപ്പോൾ അത് ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് ജീവിത വിജയത്തിന് എന്നും ഞാൻ പറയാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വിദ്യാശ്യാം എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിതചേച്ചി, ഞാൻ നാരായണനാമം ചൊല്ലുന്നത് നാരായണായ നമ എന്നാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നാരായണ എന്നും നാരായണായ നമ എന്നും ചൊല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിൽ ഏതാണ് ശരി എന്നൊന്ന് പറഞ്ഞത്. രണ്ടും ശരിയാണ്. നാരായണ 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 എന്നാവുമ്പോൾ ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ്. നാരായണ നാരായണ നാരായണ, കേൾക്കുന്നില്ലേ? നാരായണ 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 വിളിക്കുകയാണ്. നാരായണായ നമ എന്നാവുമ്പോൾ നാരായണനെ ഞാനിതാ നമിക്കുന്നു എന്നാണ്. നാരായണായ നമ. അത് രണ്ടും തെറ്റല്ല, രണ്ടും ശരിയാണ്. ഏത് വേണം എന്നുള്ളത് അത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് സുധ കെ എന്ന ഐഡിയിൽ നിന്നാണ്. നാരായണീയത്തിലെ ഒന്നിലധികം ദശകങ്ങൾ ഒരേ സമയം ചൊല്ലി നമസ്കരിക്കാൻ പറ്റുമോ? ഉദാഹരണം 82ാമത്തെ ദശകവും 100ാമത്തെ ദശകം എന്നിങ്ങനെ രണ്ടിൻ്റെയും ഫലം കിട്ടുമോ? സവിതയുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് മുതൽ ഗുരുവായൂരപ്പനുമായി കൂടുതൽ എടുത്തു. നാരായണീയം ഒരു ദശകം വെച്ച് ദിവസവും ചൊല്ലാറുണ്ട്. 56 വരെയായി 12 നമസ്കാരവും ചെയ്യാറുണ്ട്. അത് തുടങ്ങിയത് മുതൽ എൻ്റെ സൈനസൈറ്റിസിന് നല്ല കുറവുണ്ട്. അല്ലെങ്കിൽ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ തലവേദന ഉണ്ടാവും. ഇപ്പോൾ അതില്ല. അത് പ്രത്യേകം നന്ദി പറയുന്നു എന്നാണ്. വലിയ കാര്യം, ഒരനുഭവം കൂടി ആയില്ലേ. ഇനി എന്ത് അനുഗ്രഹം, എന്ത് ഫലസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നാരായണീയം ചൊല്ലണത്? സന്തോഷമാവാനാ നാരായണീയം ചൊല്ലണത് അല്ലേ? നമ്മളെല്ലാവരും സന്തോഷമാവാനാ നാരായണീയം ചൊല്ലുന്നത്, നാമം ജപിക്കാനൊക്കെ. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും പണ്ടുള്ള മുത്തശ്ശിമാര് പറയണ പോലെ വൈകുണ്ഠം നന്നാവാൻ ആരും ഏകാദശി ഒന്നും നോൽക്കാറില്ല എന്ന് പറയാറില്ലേ ഒരു പഴഞ്ചൊല്ലായിട്ട്. വൈകുണ്ഠത്തിന് നല്ലത് വരണേ, വൈകുണ്ഠത്തിലെ നാരായണമൂർത്തിക്ക് സുഖാവണേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഏകാദശി നോൽക്കില്ല അത്രേ. നമുക്ക് സന്തോഷമാവണേ, നമുക്ക് സുഖാവണേ എന്ന് പറഞ്ഞിട്ടാണ് അത്രേ നമ്മളിത് ചെയ്യാം.
അതേപോലെ തന്നെ നാരായണീയം നമ്മൾ ചൊല്ലുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? സന്തോഷാവണം. സന്തോഷാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരായണീയം ചൊല്ലണത്, അല്ലേ? അതിന് ഇന്ന ദശകം എന്നൊന്നുമില്ല. ഏത് ദശകം ചൊല്ലി നമസ്കരിച്ചാലും ഫലസിദ്ധി ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പൊ പിന്നെ എന്തിനാ സവിത ഈ പറയണേ 65ാമത്തെ ദശകം തൊട്ട് 69 വരെ വായിക്കൂ, 82 വായിക്കൂ, 87 വായിക്കൂ, ഇതൊക്കെ എന്തിനാ പറയണേ ചോദിച്ചാൽ അത് നമുക്ക് അതിലെ ഇന്ന ഭാഗമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരാൾ പറയാണ് തീരെ ദാരിദ്ര്യമാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് നിശ്ചല്യ എന്ന് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് 87 ദശകം സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് കുചേലോപാഖ്യാനം എന്നുള്ള ഒരു കഥയാണ് വരുന്നത്. കുചേലവൃത്തം ചൊല്ലി നമസ്കരിച്ചോളൂ, ഭഗവാൻ എങ്ങനെയാണോ സുധാമാവിനെ രക്ഷിച്ചത് അതുപോലെ നിങ്ങളെയും രക്ഷിക്കട്ടെ എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഈ 87 ദശകം വായിക്കുന്നവന് പണം മാത്രം നൽകി ഭഗവാൻ അല്ലെങ്കിൽ അവന്റെ ദാരിദ്ര്യം മാത്രം മാറ്റി അവന് വലിയ വലിയ ദുഃഖങ്ങൾ കൊടുക്കും, അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. നാരായണീയം വായിക്കാൻ തുടങ്ങിയോ അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാ ആചാര്യൻ പറയാറുള്ളത്. നാരായണീയം വായിച്ചോളൂ, അപ്പോൾ വായിച്ചു തുടങ്ങുന്ന നിമിഷത്തിൽ അനവധി പ്രാരബ്ധങ്ങൾ വരും, അനവധി ബുദ്ധിമുട്ടുകൾ വരും. വിടാതെ പിടിക്കുന്നവൻ ആരാണോ അവന് ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാവും. സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് സവിത നമസ്കാരം, എൻ്റെ ചോദ്യം ഇന്നാണ് വായിച്ചത്, വളരെ നന്ദിയുണ്ട്. വീട്ടിൽ നമസ്കരിച്ചാലും മതിയോ എന്നാണ് ചോദ്യം. വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ മകന് 22 വയസ്സാണ്. അവൻ പഠനം പൂർത്തിയാക്കിയില്ല, ജോലിക്ക് പോകില്ല, പറയുന്നതൊന്നും കേൾക്കില്ല. ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാത്തവരാണ്, എങ്കിലും ജോലിക്ക് പോകും. ഒരുപാട് കടബാധ്യതയുണ്ട്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മകളുടെ വിവാഹം നടന്നിട്ടുണ്ട്. എൻ്റെ മകനെ നല്ല രീതിയിലാക്കാൻ ഒരു വഴി പറഞ്ഞു തരുമോ? ഭഗവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് എൻ്റെ മറുപടി മറ്റൊരു കമൻ്റാണ്. ഞാൻ അതൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. മറ്റൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കമൻ്റായിരുന്നു. കുറേ കമൻറ്റ്സ്, ഞാൻ കുറേ ചോദ്യങ്ങൾ വായിക്കാനുണ്ട്. ഇന്നലെ ഒരു ദിവസം നല്ലോണം വായിച്ചില്ല എന്നുള്ളത് കൊണ്ടേ ഓക്കെ കാണുന്നില്ല. എന്തായാലും ആ ഒരു ചോദ്യത്തിൻ്റെ എൻ്റെ മറുപടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു ഇതാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയും മകനും ഒരു അമ്മയും മകളും ആ മകളാണ് എനിക്കിതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ സഹോദരനെ ഇതുപോലെ മദ്യപാനം എന്ന ശീലം ഉണ്ടായിരുന്നു എന്നും അവസാനം ഭഗവാനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ മദ്യപാനം പൂർണ്ണമായും ഭേദമായി എന്നും. ഇതേപോലെ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കൂ മകനെ, തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. ഒരു സംശയവും ഇല്ല ആ കാര്യത്തിൽ. മകൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലാന്നോ, പറഞ്ഞാൽ കേൾക്കുന്നില്ലാന്നോ, എന്ത് തന്നെ പ്രശ്നമായാലും, പഠനം പൂർത്തിയാക്കിയിട്ടില്ലാന്നോ, എന്ത് തന്നെ പ്രശ്നമായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഭദ്രമായിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കൂ, നന്നായിട്ട് നാമം ചൊല്ലൂ. നാമം ചൊല്ലി 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 ഒരു ദിവസം അവന് തോന്നും എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അത് തന്നെയാണ് ശരിയുള്ളൂ എന്ന് തോന്നി തിരിച്ചു വരിക തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട് ജയറാം സി കെ എന്ന ഐഡിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. തീർത്ഥാനി തോയ പൂർണാനി ദേവാൻ പാഷാണ മൃണ്മയാൻ യോഗിനോ ന പ്രപദ്യന്ത ആത്മജ്ഞാനപരായണ. തീർത്ഥസ്ഥാനങ്ങൾ വെറും ജലാശയങ്ങൾ മാത്രമാണ്. മഹാക്ഷേത്രങ്ങളിൽ പോലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാരോ കല്ലും മണ്ണും പ്രതിദ്വജങ്ങളായ ലോഹാദികളും മാത്രമാകുന്നു. ജ്ഞാനം ലഭിക്കുന്നതിന് ഇവകളൊന്നും ഉപയുക്തമല്ല. ആത്മോപാസന ഒന്നു മാത്രമാണ് ജ്ഞാനപാരായണന്മാരായ യോഗികൾക്ക് സ്വീകാര്യമായിട്ടുള്ളത്. അഗ്നിർദേവോ ദ്വിജാദീനാം മുനീനാം ഹൃദി ദൈവതാം പ്രതിമാ സ്വൽപബുദ്ധീനാം സർവത്ര സമദർശിനാം. ബ്രാഹ്മണ ക്ഷത്രിയാദികൾക്ക് അഗ്നി ഈശ്വരനാണ്. മുനിമാർക്ക് അവരുടെ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. സ്വൽപബുദ്ധികളായ അതല്ലെങ്കിൽ വിഡ്ഢികളായ മനുഷ്യർക്ക് പ്രതിമകൾ ഈശ്വരനാണ്. സമദർശികളായ ജ്ഞാനികൾക്ക് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബ്രഹ്മം തന്നെയാകുന്നു ഈശ്വരൻ. ഈ ഒരു മെസ്സേജാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്.
വിത്ത് ഡ്യൂ റെസ്പെക്ട് അങ്ങയുടെ ഈ അറിവിന് മുന്നിൽ നമസ്കരിക്കുന്നു. എല്ലാ ബഹുമാനങ്ങൾക്കും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഞങ്ങൾ കൃഷ്ണാര്യ മിത്രങ്ങൾ സ്വൽപ്പ ബുദ്ധിക്കാരാണ്. അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിഡ്ഢികളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങ് ഈ പറയുന്ന ആത്മജ്ഞാനം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനിയോട്ടും ഉണ്ടാവാനും പോകുന്നില്ല. അങ്ങ് ഈ പറഞ്ഞ സമദർശനം അല്ലെങ്കിൽ സമഭാവന ഇത് ഞങ്ങൾക്ക് വരാനേ പോകുന്നില്ല. കാണുന്ന സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാൻ മാത്രം ഉയർന്ന ചിന്താഗതി ഞങ്ങൾക്കില്ല, കൃഷ്ണാര്യ മിത്രങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഭഗവാൻ പ്രതിമകളിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ശ്രീ ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വരണം. അതല്ലെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തിൽ തന്നെ പോകണം, ഉറപ്പായിട്ടും പോകണം. അതല്ലെങ്കിൽ ഞങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെക്കുന്നതിൻ്റെ മുൻപിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ആ കൃഷ്ണ പ്രതിമയിലേക്ക് കണ്ടാൽ തന്നെയും ഞങ്ങൾക്ക് ഈശ്വരനോടുള്ള ഇഷ്ടം ഉള്ളിൽ ഉണരുള്ളൂ, അല്ലെങ്കിൽ ഭക്തിഭാവം ഞങ്ങൾക്ക് തോന്നുള്ളൂ. അങ്ങയുടെ കണ്ണിൽ ഞങ്ങൾ വിഡ്ഢികളാണ്. ഞങ്ങൾ ഒരു കൂട്ടം വിഡ്ഢികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കൃഷ്ണാര്യ മിത്രം എന്ന ഈ ഒരു സംഗമം. യാതൊരു സംശയവുമില്ല. നോക്കൂ, അങ്ങയെപ്പോലുള്ള ജ്ഞാനികള് പണ്ട് പറയാറില്ലേ, ഈ പണ്ടത്തെ എന്നല്ല പറയണ്ടേ, കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സനകാദി മഹർഷിമാരെ കുറിച്ച്. ഈ സനകാദി മഹർഷിമാരെ യോഗികളാണ്. അവർക്ക് ഈശ്വരനെ എന്താ പറയാ, അങ്ങ് പറഞ്ഞ പോലെ ജ്ഞാനമുള്ളവരായതുകൊണ്ട് ഈശ്വരന് ഒരു സ്വരൂപമുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലായിരുന്നു. ഭഗവാൻ ഒരു സ്വരൂപം എടുത്തു, ഭഗവാൻ ഒരു ധാമം സൃഷ്ടിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വന്നൊരു കഥ പറയാറുണ്ട്. ജയവിജയന്മാർക്ക് ശാപം കിട്ടുന്ന കഥ. ആ കഥ ആചാര്യൻ അനുസ്മരിക്കുമ്പോൾ പറയാറുണ്ട്, സനകാദി മഹർഷിമാര് 4 വയസ്സ് മാത്രം തോന്നുന്ന ഉണ്ണികളായിട്ടുള്ള സനകാദി മഹർഷിമാര്, അവരുടെ വയസ്സും പ്രായവും ഒന്നും 4 വയസ്സല്ലെങ്കിലും അവർക്ക് അതേ പ്രായമായിട്ടുള്ള ദിഗംബരന്മാരായിട്ടുള്ള 4 ഒരേപോലത്തെ സന്യാസിമാരാണ്. അവര് ഭഗവാനെ ദർശിക്കാനായിട്ട് വന്ന സമയത്താണ് ജയവിജയന്മാർ അവരെ തടഞ്ഞതും അവർക്ക് ശാപം ലഭിച്ചതും എന്ന് പറയാറുണ്ട് ജയവിജയന്മാർക്ക്. ഈ കഥ പറയുമ്പോൾ അദ്ദേഹം എടുത്തെടുത്ത് പറയാറുണ്ട്, രൂപമില്ലാത്തവനാണ് ഭഗവാൻ എന്നും ആത്മാരാമനാണ് ഭഗവാൻ എന്നും ഈ ഒരു ഫോമിലാണ് അവർ ആരാധിച്ചിരുന്നത് എന്നും. ആ ഒരു ഫോമിലുള്ള ഭഗവാന് ഒരു സ്വരൂപം എന്തിന്, അല്ലെങ്കിൽ ഭഗവാൻ സ്വരൂപം എടുത്തെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നൊരു തോന്നലിൽ ഭഗവാനെ കാണാൻ വന്നവരാണ് സനകാദി മഹർഷിമാരെ എന്ന് പറയാറുണ്ട്. ആ സനകാദി മഹർഷിമാരെ പോലെയൊന്നും ഞങ്ങളെ കണക്കാക്കരുത്. ഞങ്ങൾ കൃഷ്ണാര്യമിത്രങ്ങൾ വിഡ്ഢികളാണ്. ഞങ്ങൾക്ക് ഭഗവാനെ വന്ന് കണ്ടു തൊഴുതാൽ മാത്രമേ സംതൃപ്തിയാവുള്ളൂ. ഇത് അങ്ങ് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഉണ്ണികൃഷ്ണന്റെ രൂപത്തില് പ്ലാസ്റ്റിക് കവർ മാറ്റിക്കോളൂ, ആ ഉണ്ണി നമ്മുടെ സ്വന്തമല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചാണ് അങ്ങ് ഈ കമന്റ് ഇട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ കൃഷ്ണാര്യമിത്രങ്ങൾക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങളിലും ഭൂമിയിലും പ്രപഞ്ചത്തിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. ഒരു ഫോട്ടോയിലോ അല്ലെങ്കിൽ ഒരു പ്രതിമയിലോ ഒരു ബിംബത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീലകത്തോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ശ്രീലകത്തോ ഒക്കെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ. കാരണം ഞങ്ങൾ ജ്ഞാനികളല്ല, സ്വൽപ്പ ബുദ്ധികളാണ്, വിഡ്ഢികളാണ്. സമ്മതിക്കാൻ തയ്യാറാണ് അല്ലേ? നിങ്ങളെല്ലാവരും സമ്മതിക്കാൻ തയ്യാറല്ലേ? അങ്ങയുടെ ഈ അറിവിന് മുന്നിൽ നമസ്കരിക്കുന്നു. പക്ഷെ ഈ അറിവ് കൃഷ്ണാര്യ മിത്രങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയൊക്കെ എത്തുന്ന ഏതെങ്കിലും ഒരു നിമിഷം ഞങ്ങൾക്ക് വരുമായിരിക്കാം ഏതെങ്കിലും ജന്മത്തിൽ. പക്ഷെ ഈ ജന്മം ഞങ്ങൾ സിമ്പിളാണ്. ഞങ്ങൾക്ക് അത്രയൊന്നുമുള്ള ബുദ്ധിയില്ല, അത്രയൊന്നുമുള്ള ജ്ഞാനമില്ല, അത്രയൊന്നും ചിന്തിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ ആത്മാരാമനായ യോഗേശ്വരനായ ശ്രീകൃഷ്ണനെ ഞങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ണടച്ചാൽ ഉള്ളിൽ ധ്യാനിക്കാനൊന്നും പറ്റാറില്ല. സത്യമാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അമ്മമാർക്ക്, എൻ്റെ പോലെയുള്ള എത്ര ആൾക്കാർക്ക്, എന്നെക്കാൾ താഴെയുള്ള എത്ര അനിയത്തിമാർക്ക് കണ്ണടച്ചിരിക്കുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ ഓടി മനസ്സിൽ കളിക്കുന്നവരുണ്ടെന്ന്? ഉണ്ടാവില്ല. എൻ്റെ കാര്യം ഞാൻ പറയണേ, കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കുക്കറിൻ്റെ വിസിലെന്താ എത്രയെന്ന് എണ്ണം പിടിക്കുന്നുണ്ടാവും കയ്യിൽ. അത് 4 ആയില്ലേ, അടുത്തത് ഓഫ് ചെയ്യാറായില്ലേ, അല്ലെങ്കിൽ അയ്യോ ഞാൻ മോട്ടർ ഇട്ടിരുന്നോ എന്ന്, ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിരുന്നോ എന്ന്, ഗ്യാസ് ശരിക്കും കത്തുന്നില്ലേ, അതോ ലീക്ക് വരുന്നുണ്ടോ, ചെറുതായിട്ടൊരു മണം വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളെ ഞങ്ങൾക്ക് വരുന്നുണ്ടാവുള്ളൂ.
അപ്പോൾ ഞങ്ങളെ പോലുള്ള വിഡ്ഢികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വരൂപം സ്വീകരിച്ചത്. ആ സ്വരൂപത്തിൽ നിങ്ങൾക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊരു സ്വഭാവം നൽകിയത്. ആ സ്വരൂപത്തിനെയും ആ സ്വഭാവത്തിനെയും ഒക്കെ അനുസരിച്ച് മാത്രമേ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഈശ്വരനിലേക്ക് ഒരു വഴിയൊരുക്കുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതിന് എതിരഭിപ്രായമുള്ളവർക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ചന്ദ്രിക നായർ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, സവിതാജി ബാണയുദ്ധം അമ്മ മക്കൾക്ക് വേണ്ടി വായിക്കാൻ പറ്റും. ബാണയുദ്ധം എന്നല്ല, എന്ത് പ്രാർത്ഥന. ഇപ്പൊ സവിത പറയാണ് 12 നമസ്കരിച്ചോളൂ, എൻ്റെ മകൻ പറഞ്ഞാൽ കേൾക്കണില്ലേ, മകന് വേണ്ടി അമ്മ നമസ്കരിച്ചോളൂ. എനിക്ക് ആരോഗ്യമുള്ളവർക്ക് കേട്ടോ, ഇല്ലാത്തവരോടല്ല. സവിത പറഞ്ഞു 18 പ്രദക്ഷിണം വെക്കണമെന്ന്, മകൻ പറഞ്ഞാൽ കൂട്ടാക്കളില്ലേ, മകന് വേണ്ടി അമ്മ ചെയ്തോളൂ. എന്ത് പ്രാർത്ഥനയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിലധികം മൂല്യം ഉണ്ടാവും. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുക, അല്ലേ? ഞാൻ എനിക്ക് വേണ്ടി ശനിയാഴ്ച വ്രതം എടുക്കാറേ ഇല്ല, എന്നാൽ കുട്ടികൾക്ക് വേണ്ടി വ്യാഴാഴ്ച വ്രതം എടുക്കുന്ന എത്ര അമ്മമാരുണ്ടാവും ഇല്ലേ? അതേമാതിരിയാണ്. അമ്മമാരെ പ്രാർത്ഥിച്ചാൽ മതിയോ ചോദിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഫലം ഉണ്ടാവാനില്ല, മതി കേട്ടോ. അടുത്തതായിട്ട് അംബിക എന്ന ഭക്തയാണ് ചോദിക്കുന്നത്, സവിത ഞാൻ എപ്പോഴും മരിച്ചവരെ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും സ്വപ്നം കാണും, വലിയ വിഷമമാണ്, എനിക്ക് ഉറക്കമേ കുറവാണ്, ഉറങ്ങിയാൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയല്ല, ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു, ഭഗവാനെ നോക്കി തൊഴുത നാമം ചൊല്ലി കിടക്കും. അംബിക ചേച്ചിയുടെ മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അംബിക ചേച്ചിയുടെ ഓരോ മെസ്സേജ് കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് മുമ്പത്തേൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിങ്ങനെ ഭഗവാൻ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ മരിച്ചവരെയൊക്കെ സ്വപ്നം കാണുക പിതൃലോകാണ്, അല്ലാതെ പ്രേതങ്ങളെയല്ല കാണുന്നത്, പിതൃലോകമാണ് കാണുന്നത്. അതും നല്ലതാണ്. പോട്ടെ, മുന്നോട്ട് പോട്ടെ, പിന്നെയും പോട്ടെ, ദേവലോകം വരെ എത്തണ്ടേ, അത് കഴിഞ്ഞ് വൈകുണ്ഠത്തിൽ എത്തണ്ടേ, പോട്ടെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം കേട്ടോ, അവിടെ എത്താതിരിക്കില്ല എന്തായാലും. അടുത്തതായിട്ട് നമസ്കാരം സവിത ചേച്ചി, എൻ്റെ 4 വയസ്സായ മക്കൾക്ക് ഉണ്ണികൃഷ്ണൻ്റെ കഥകളും പാട്ടുകളും ഒക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഭഗവാനോട് കൂടുതൽ അടുപ്പം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പ്രായത്തിൽ അവർ ഭഗവാനോട് കൂടുതൽ അടുത്താൽ അതിൽ പരം എന്ത് ഭാഗ്യമാണ് അമ്മ എന്ന നിലയിൽ എനിക്ക് വേണ്ടത്? ഒന്ന് പറഞ്ഞു തരണേ ചേച്ചി. ഞാൻ ഇന്നലെ വൈകുന്നേരം ഗുരുവായൂർക്ക് വന്നിരുന്നു. പുറത്തുകൂടെ എങ്കിലും കണ്ണനെ തൊഴാമെന്ന് വിചാരിച്ച് വീട്ടിൽ നമസ്കരിച്ച് വന്ന എനിക്ക് 3 പ്രാവശ്യമാണ് വേണുഗോപാലനായി ഉള്ള ഉണ്ണികൃഷ്ണനെ കാണാൻ അവസരം കിട്ടിയത്. നിനക്ക് ഇനിയും കാണണോ, എന്നാൽ പോന്നോളൂ എന്ന് പറഞ്ഞ് എന്നെ മാടി വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കും സന്തോഷം തോന്നി എനിക്ക്. ഉള്ളിൽ കയറിയ നിമിഷമാവട്ടെ മറവുണ്ട് എന്നതിനാൽ അവിടെയും കുറച്ചുകൂടി നേരം അനുവദിച്ചു കിട്ടി. തീരെ തിരക്കില്ലായിരുന്നു ഇന്നലെ. ഇനിയും ഉള്ളിൽ കയറി കണ്ണനെ കാണാമായിരുന്നു. പക്ഷെ രാത്രി 8:15 ആയതിനാലും എല്ലാവരും എന്നെ തിരക്കും എന്നതിനാലും പിന്നീട് ഉള്ളിൽ കയറി തൊഴാൻ മുതിർന്നില്ല. തിരിച്ചു തൊഴുതു വന്നപ്പോൾ എന്നെ കാണാൻ ദേഷ്യത്തിൽ കുറേ ചീത്ത കേട്ടു എങ്കിലും മനസ്സ് അത്രയ്ക്ക് സന്തോഷത്തിൽ നിറഞ്ഞിരുന്നു. ഭഗവാനെ കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. എന്നെ അല്ലാണ്ട് വേറെ എന്താ നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഭഗവാനോട് കൂടുതൽ അടുക്കാൻ നിമിത്തമായി ചേച്ചിക്ക് നന്ദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നന്ദി പറഞ്ഞതിന് താങ്ക് യു പറയുന്നു. വിന്ദുജയാണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത്. വിന്ദുജ രഞ്ജിത്ത് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. 4 വയസ്സുകാരൻ കുട്ടിക്ക് എങ്ങനെയാണ് ഭഗവാനോട് കൂടുതൽ ചേർന്നിരിക്കാൻ സാധിക്കുക? ഈ പ്രായത്തിൽ എന്നെയാട്ടോ പഠിപ്പിക്കേണ്ട. ഈ പ്രായത്തിൽ പഠിപ്പിച്ചാലുണ്ടല്ലോ ആന പിടിച്ച് വലിച്ചാൽ പോരാത്ത അത്ര വലിയ ഉറച്ച ഭക്തനായി തീരും എന്നാണ്. ഇതിനും ഉദാഹരണം ആചാര്യൻ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരുടെയും ഭക്തിയെ നമ്മൾ ഒരു പ്ലാവിൻ തൈ നടുന്നത് പോലെയാണത്രേ. ഒരു പ്ലാവിൻ തൈ നടുകയാണെങ്കിൽ ആ പ്ലാവിൻ തൈയിന് ചുറ്റും ആട് കടിച്ച് പോകാതിരിക്കാൻ വേണ്ടി വേലി കെട്ടിത്തിരിക്കാറുണ്ട് അത്രേ. ആടിന് പ്ലാവിലെ വലിയ ഇഷ്ടമാണല്ലോ, അപ്പോൾ വേലി കെട്ടിത്തിരിക്കും. ഈ പ്ലാവ് തന്നെ വലുതായി കഴിഞ്ഞാൽ ഒരു ആനയെ ചങ്ങലക്കിടാൻ ആ പ്ലാവ് മതിയാവും എന്ന്. ഇതേമാതിരിയാണ് അത്രേ നമ്മുടെ ഭക്തിഭാവം ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ടൊക്കെ വരുന്ന സമയത്ത് അതിനെ വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിച്ചാൽ പിന്നീട് ഒരിക്കലും അത് വരില്ല, തഴച്ച് വളരില്ല. നേരെ മറിച്ച് ആ ഒരു പ്രായത്തിൽ അതിനെ നല്ല പോഷകങ്ങൾ കൊടുത്ത് വളം കൊടുത്ത് വെള്ളമൊഴിച്ച് സംരക്ഷിക്കാൻ തയ്യാറായാൽ ഒരു ആനയെ പിടിച്ചു കെട്ടാൻ പാകത്തിന് വളർന്നു വരുന്ന ഒരു വടവൃക്ഷം പോലെയായി തീരും നമ്മുടെ ഭക്തി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെയാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ചെറുപ്രായത്തിൽ മറ്റുള്ള ആളുകൾക്ക് അത് കുറച്ചുകൂടിയൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ, മതപരമായ പഠനങ്ങളും അതൊക്കെ എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. വെച്ചാലും
അത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊക്കെ വേണ്ടതാണ്. അവർക്ക് ആ പ്രായത്തിൽ അത് അറിയുന്നത് കൊണ്ടാണ് അവരെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ഇടയിലാണെങ്കിലോ ഒട്ടും നമുക്ക് അതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഒരാൾ ഒരു 4 ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും നമ്മുടെ എല്ലാ ഭക്തിയും, അല്ലേ? അത് ശരിയാണല്ലോ, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ എന്ന് തോന്നില്ലേ? അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഥകളിൽ തുടങ്ങുക. ചെറിയ ചെറിയ ഭഗവാനെ ഹീറോ പരിവേഷത്തിൽ കൊടുക്കുന്ന ലിറ്റിൽ കൃഷ്ണയുടെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ? ഇതേമാതിരി ഭഗവാൻ ഓരോ ഓരോ അസുരന്മാരെ വധിച്ച കഥകൾ, ഓരോ ഓരോ ആൾക്കാരെ രക്ഷിച്ച്, ഉദാഹരണത്തിന് പഴക്കാരി അമ്മയുടെ കഥ അത് പറയാം, പൂന്താനത്തിൻ്റെ കഥ, പൂന്താനത്തിനെ മങ്ങാട്ടച്ഛനായിട്ട് വന്ന് രക്ഷിച്ച കഥ, കുബ്ജയുടെ കഥ, 3 വളവുണ്ടായിരുന്ന കുബ്ജയെ ഒറ്റ വലിക്ക് ഭഗവാൻ ഉയർത്തി സുന്ദരിയാക്കിയ കഥ. ഇങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചവരുടെ കഥയും അതുപോലെ തന്നെ ഭഗവാൻ ശിക്ഷിച്ചവരുടെ കഥയും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഭഗവാനാണ് അവൻ്റെ ഹീറോ ആ രീതിയിൽ വളർത്തിയാൽ ഉറപ്പായിട്ടും അവൻ്റെ ആ ഭക്തി ഉറച്ചുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട്, ചേച്ചി എൻ്റെ മോൾ പാറൂസ് രാത്രിയിൽ പല്ല് വല്ലാതെ അമർത്തി കടിക്കുന്നു, വല്ലാത്ത സൗണ്ടാണ് പുറത്തേക്ക്, അത് എന്തുകൊണ്ടാവും, അതിനെ മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാമോ? ശ്രീഗുരുവായൂരപ്പനെ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം അവളെ ഉറക്കൂ. അങ്ങനെ ഉറക്കി കഴിഞ്ഞിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അടുത്തതായിട്ട്, ഞാൻ കുറേ ആയി തോന്നുന്നു അല്ലേ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഇതിൽ ഉത്തരം കിട്ടാത്ത ആൾക്കാർ ഷോർട്സും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കും കേട്ടോ. ചിലരുടെ ഉത്തരം ഞാൻ ഷോർട്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭാരേ.